മാർച്ച് 8 വനിതാ ദിനം. വീടിന്റെ അടുക്കളയിലും അന്തഃപുരത്തിലും മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ ഭൂതകാലത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പുരുഷനോടൊപ്പം വിജയങ്ങളും അധികാരങ്ങളും നേതൃസ്ഥാനങ്ങളും കൈയാളുന്ന സ്ത്രീകൾ സ്വതന്ത്രമായി സഞ്ചരിച്ചും ഇഷ്ടമുള്ള തൊഴിലിടം തിരഞ്ഞെടുത്തും പ്രബലമായ തലങ്ങളിലേക്ക് കുതിക്കുമ്പോൾ മാനവ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന തരത്തിൽ ദുരിതപർവങ്ങളെ താണ്ടി നീങ്ങുന്ന ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ തേങ്ങലുകൾ നമ്മുടെ സമൂഹത്തിന്റെ കണ്ണിൽ പെടുന്നതേയില്ല. നിർഭയയെന്നും അതിജീവിതയെന്നുമൊക്കെ വിളിച്ച് വേദനിക്കുന്ന സ്ത്രീകളെ മാധ്യമങ്ങൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ കേരളത്തിന്റെ മനസ്സാക്ഷിയിലെ പൊള്ളുന്ന കണ്ണീർ കണമാണ് അഭയ കേസിലെ സിസ്റ്റർ സെഫി എന്ന സന്യാസിനി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച അഭയ കേസിൽ CBI സ്വന്തം ഭാവനയിൽ സൃഷ്ടിച്ച് തയ്യാറാക്കിയ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾക്ക് വിധേയരായി പ്രതികളായി ശിക്ഷ വിധിച്ച ശേഷം ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും കഴിഞ്ഞ വർഷം കേരള ഹൈക്കോടതി വിധി മരവിപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം നൽകുകയായിരുന്നു. കേസിന്റെ അന്വേഷണ കോലാഹലങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് ഏറെ വിവാദം സൃഷ്ടിച്ച സംഭവമായിരുന്നു സിസ്റ്റർ സെഫിയുടെ കന്യകാത്വ പരിശോധന. അത് നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്ന് ഈ അടുത്തയിടെ ദില്ലി ഹൈക്കോടതിയുടെ വിധിന്യായം വന്നപ്പോൾ മനുഷ്യത്വം വറ്റാത്തവർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. സിസ്റ്റർ സെഫി എന്ന യഥാർത്ഥ അതിജീവിത അനുഭവിച്ചു തീർത്ത നൊമ്പരങ്ങളും അപമാനങ്ങളും. സിനിമാ താരം ജഗദീഷിന്റെ ഭാര്യയായിരുന്ന പരേതയായ ഡോക്ടർ രമ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ഫോറൻസിക് ഹെഡായിരിക്കുമ്പോൾ 2008 അങ്ങേയറ്റം വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ പരിശോധന നടന്നത്. സഭയെയും ക്രൈസ്തവ സമൂഹത്തെയും കരിവാരിത്തേക്കാൻ അവസരം നോക്കി നടന്ന ചിലർ ഒരു സഭാവിരുദ്ധനെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന പേരിൽ മുന്നിൽ നിർത്തി കേസന്വേഷണങ്ങളുടെ പൂർവ്വചരിത്രം മോശമായ ഒരു CBI ഉദ്യോഗസ്ഥനെ കൊണ്ട് കള്ളത്തെളിവുകളും കള്ളസാക്ഷികളെയും ഉണ്ടാക്കി അതിന്റെ ബാക്കി പത്രമായിട്ടാണ് അങ്ങേയറ്റം നിന്ദ്യവും ക്രൂരവുമായ ഒരു സ്ത്രീക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ പരിശോധനയ്ക്ക് സിസ്റ്റർ വിധേയയാകേണ്ടി വന്നത്. അവസാനം അവർ കന്യക തന്നെയാണ് എന്ന് തെളിഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ കന്യാചർമ്മം കൃത്രിമമായി വെച്ചുപിടിപ്പിച്ചതാകാമെന്ന അങ്ങേയറ്റം വിചിത്രവും ഹീനവുമായ നിഗമനത്തിലാണ് ഡോക്ടർ രമയും കൂട്ടരും എത്തിയത്. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കേരള സമൂഹത്തിലെ വലിയൊരു ശതമാനം പേരും ഭൂരിപക്ഷം മാധ്യമങ്ങളും അത് ശരിക്കും ആഘോഷിച്ചുകൊണ്ട് നിരാലംബയായ ആ സ്ത്രീയെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിച്ചു. ചില നിഗൂഢ ശക്തികൾ സഭയ്ക്കെതിരെ ശക്തമായ ആയുധമാക്കി മാറ്റിയ അഭയ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ വിചാരണ നേരിട്ട ഒന്നായിരുന്നു. നിരപരാധിയായ ഒരു കന്യാസ്ത്രീയെ കേസിന്റെ പേരിൽ അവഹേളിച്ചും CBI കോടതി വിധിയുടെ വിധിയെ പൊക്കിപ്പിടിച്ച് ക്രൂരമായ മാധ്യമ വിചാരണയ്ക്ക് വിധേയയാക്കിയും മാധ്യമങ്ങൾ നടത്തിയത് സമാനതകളില്ലാത്ത വേട്ടയാടലായിരുന്നു. നീണ്ട 16 വർഷങ്ങൾ തെളിവില്ലാതെ പിന്തള്ളപ്പെട്ടുപോയ കേസ് കള്ളസാക്ഷികളുടെയും ലഹരിക്ക് അടിമപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ടവന്റെയും കള്ളമൊഴികൾ കൊണ്ട് ചമച്ചെടുത്ത തെളിവുകൾ ഉപയോഗിച്ച് CBI കോടതിയിൽ വിധി പറയുകയായിരുന്നു. പക്ഷേ CBIയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ കേരള ഹൈക്കോടതി ഫാദർ കോട്ടൂരിനൊപ്പം സിസ്റ്റർ സെഫിക്കും ജാമ്യം അനുവദിച്ചപ്പോൾ പോലും അത് ഉൾക്കൊള്ളാനാകാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഹീനമായ തേജോവധത്തിനാണ് അവർ വിധേയരായത്. സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുമുള്ള വേദനകളും അപമാനങ്ങളുമൊക്കെ സഹിച്ച് നീറിക്കഴിഞ്ഞ സിസ്റ്ററിന്റെ വേദനകളോട് താതാത്മ്യപ്പെട്ട് അവരെ ആശ്വസിപ്പിച്ചത് സഭയും അവരുടെ സഹപ്രവർത്തകരായ സന്യസ്തരും മാത്രമായിരുന്നു. സിസ്റ്റർ സെഫിയുടെ നിരപരാധിത്വത്തെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഫോറൻസിക് ലാബുകളിൽ വ്യാജമായ റിപ്പോർട്ടുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് വന്നത് മുൻ DGP R ശ്രീലേഖ തന്നെയായിരുന്നു. പൊരുത്തക്കേടുകളുടെ ഘോഷയാത്രയായ CBI കോടതിയുടെ വിധിയെ മരവിപ്പിച്ചുകൊണ്ട് അതിനകം ശിക്ഷിക്കപ്പെട്ടിരുന്ന സിസ്റ്റർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. വനിതകൾക്ക് വേണ്ടി സദാ വാദിക്കുകയും വനിതാ ദിനം പ്രൗഢമായി ആഘോഷിക്കുകയും വനിതകളെ കൊണ്ട് തെരുവിൽ മതിൽ കെട്ടുകയും ചെയ്യുന്ന ബുദ്ധിജീവികളുടെ നാട്ടിൽ ദാരുണമായി അവഹേളിക്കപ്പെട്ട ഒരു സിസ്റ്റർ ഭയാനകമായ മനോവ്യതയും സങ്കടങ്ങളുമായി ആത്മാഭിമാനം വ്രണപ്പെട്ടപ്പോൾ അന്വേഷണ സംഘവും തന്നെ പരിശോധിച്ച വനിതാ ഡോക്ടർമാരും അവരെ കൂടുതൽ ക്രൂരമായ മാനസിക പീഡനത്തിനാണ് ഇരയാക്കിയത്. ചുറ്റുവട്ടത്തു നിന്ന് വിചാരണ ചെയ്ത് ക്രൂരമായ മനോസുഖം കണ്ടെത്തിയ മാധ്യമങ്ങളുടെയും മനുഷ്യരൂപം പൂണ്ട മൃഗങ്ങളുടെയും മുന്നിൽ
താൻ നിരപരാധിയാണെന്ന് അലറി വിളിച്ച് കരയാൻ പോലും ത്രാണിയില്ലാതെ തൻ്റെ ആത്മാവിൻ്റെ നങ്കൂരമുറപ്പിച്ച് ക്രൂശിലേക്ക് മാത്രം നോക്കി തൻ്റെ ഗദ്ഗതമടക്കിയ സിസ്റ്ററുടെ മേൽ തൻ്റെ ആത്മനാഥനായ കർത്താവ് ചൊരിഞ്ഞ നീതി എന്ന വണ്ണം ദില്ലി കോടതിയുടെ വിധി വന്നു. തൊട്ടു പിന്നാലെ വന്ന ഈ വനിതാ ദിനത്തിൽ കേരള സമൂഹം മറക്കരുത് തീവ്രമായ അപമാനങ്ങൾ സഹിച്ചിട്ടും തളർന്നു പോകാതെ ഇന്നും ജീവിക്കുന്ന സെഫി എന്ന കർത്താവിൻ്റെ ഈ മണവാട്ടിയെ.